നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച കേസിൽ നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെട്ട സ്ഥിതിക്ക് ദിലീപിനെ അമ്മയിലേക്ക് തിരിച്ചു വരാമെന്ന് നടനും നിർമ്മാതാവുമായ നാസർ ലത്തീഫ് പറയുന്നു. ദിലീപിനെ തിരിച്ച് എടുക്കണമെന്ന് അമ്മ സംഘടനയിൽ പലരും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും നാസർ ലത്തീഫ് യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ദിലീപാണെന്നും അദ്ദേഹം മാനസികമായി വല്ലാത്ത തകർന്നിരിക്കുകയാണെന്നും നാസർ ലത്തീഫ് പറയുന്നുണ്ട്. ഒരിക്കൽ തെറ്റുപറ്റിയ ആൾക്ക് രണ്ടാമത് ഒരു ചാൻസ് എന്തുകൊണ്ട് കൊടുത്തുകൂടാ എന്നാണ് നടൻ ചോദിക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ കോടതി വിധി എല്ലാം തെളിഞ്ഞു വന്നിരുന്നു. ഇതിലുപരിയായി ഒന്നും തന്നെ ഇല്ല. അമ്മയിലെ പ്രശ്നങ്ങൾക്ക് ഈ കേസുമായി ഒരു ബന്ധവുമില്ല. ദിലീപ് നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെട്ട സ്ഥിതിക്ക് അദ്ദേഹത്തിന് അമ്മയിലേക്ക് തിരിച്ചു വരാനാകും. ഇതിന് എന്താണ് കുഴപ്പം? ദിലീപ് അമ്മയിൽ ഉണ്ടായിരുന്ന സമയത്ത് കുറെ അധികം സേവനങ്ങൾ ചെയ്തിരുന്ന ഒരാളാണ്. 2020 എന്ന സിനിമ ദിലീപ് എടുത്തത് കാരണം അമ്മയ്ക്ക് കുറേയധികം നേട്ടങ്ങൾ സാമ്പത്തികമായി ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരാൾ നിരപരാധിയാണ് എന്ന് വരുമ്പോൾ അയാളെ സംഘടനയിലേക്ക് തിരിച്ച് എടുക്കുന്നതിൽ തെറ്റ് ഒന്നും തന്നെയില്ല. പിന്നെ ഇതൊന്നും നമ്മൾ അല്ലല്ലോ തീരുമാനിക്കുന്നത്. കോടതിക്ക് മുകളിൽ വേറെ ഒരു കോടതിയുണ്ട്. ദൈവം തമ്പുരാൻ കോടതിയാണത്. അന്തിമ വിധി പറയേണ്ടത് ആ കോടതിയിലാണ്. ദിലീപ് അമ്മയിലേക്ക് തിരിച്ചു വരുന്നതിൽ എനിക്ക് വിരോധമില്ല. തന്നെ പോലെ തന്നെ കുറച്ചധികം ആളുകൾക്ക് വിരോധവുമില്ല. അതിൽ വിരോധമുള്ളവരും ഉണ്ടാകും. തനിക്ക് അതിനെപ്പറ്റി ഒന്നും തന്നെ അറിയില്ല. ദിലീപിനെ തിരിച്ച് എടുക്കണം എന്ന് സംഘടനയിൽ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന് ദിലീപ് കൂടി തോന്നണം. ദിലീപ് ഇപ്പോൾ പൊതുവിടങ്ങളിൽ നിന്ന് മാറി ഒതുങ്ങി നിൽക്കുന്ന രീതിയാണ് കാണുന്നത്. എന്നെ വിട്ടേക്ക്, ഞാൻ ഒന്നിനും ഇല്ലേ എന്ന മട്ടില്. കാരണം അത്രയും പുള്ളി മാനസികമായി തകർന്നിരിക്കുകയാണ്. കുറെ വിഷമമുണ്ട്. എന്തൊക്കെയാണെങ്കിലും മനുഷ്യനല്ലേ. ഞാനും മറ്റൊരാളെ കുറ്റം പറയുന്നില്ലെങ്കിൽ ഞാൻ അത്രയധികം പെർഫെക്റ്റ് ആയിരിക്കണമെന്നല്ല. ഞാൻ അത്രയും പെർഫെക്റ്റ് അല്ല. എനിക്ക് 50% തെറ്റുകളുണ്ട്, 50% നല്ലതേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എല്ലാ മനുഷ്യരും എന്നെ പോലെ തന്നെയാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു തെറ്റ് പറ്റിപ്പോയി ഒരു ദുർബലമായ നിമിഷത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ അയാൾ അതിൽ നിന്ന് പിന്മാറി. അയാൾക്ക് നല്ലൊരു ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്നതിൽ എന്തുകൊണ്ട് അയാൾക്ക് ഒരു ചാൻസ് കൊടുത്തുകൂടാ? എന്തിനാണ് പഴയ കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുറന്നാൽ ശവങ്ങൾ തോണ്ടി എടുക്കേണ്ടി വരും. പണ്ട് കാലം മുതലേ ഉള്ള കാര്യങ്ങൾ അതിലുണ്ട്. അത്രയോ മൺമറഞ്ഞു പോയ വലിയ കലാകാരന്മാരുടെ കാര്യങ്ങൾ അതിൽ അടിഞ്ഞു കിടപ്പുണ്ട്. ഇതെല്ലാം തോണ്ടിയെടുക്കണം എന്നാണോ? നല്ല സ്ത്രീകളാരും അപവാദം കേൾക്കേണ്ടി വരില്ല എന്നും നടൻ പറയുന്നുണ്ട്. അതേസമയം താരസംഘടനയായ അമ്മയുടെ തലപ്പത്തേക്ക് ഇനി താൻ ഇല്ലെന്നാണ് നടൻ മോഹൻലാൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം. ഇനി അങ്ങോട്ട് പോകരുതെന്നാണ് ഏറെയും പേർ എന്നെ ഉപദേശിച്ചിട്ടിരിക്കുന്നത് എന്നുമാണ് നടൻ കൂട്ടിച്ചേർത്തത്. ഞാനിപ്പോൾ എന്റെ അമ്മയെക്കുറിച്ച് മാത്രമാണ് ആലോചിക്കാറുള്ളത്. ഒരു ചെറിയ അസോസിയേഷനാണത്. ഇത്രയും വലിയൊരു സീരിയസ് കാര്യമായി ആക്കുന്നത് എങ്ങനെയാണ്? മീഡിയ വഴിയാണ്. അല്ലെങ്കിൽ എന്താണ് കാര്യം നടക്കാൻ പോകുന്നത്? ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മൾ അതിൽ ചെയ്യുന്നുണ്ട്. ഇതൊന്നും തന്നെ മീഡിയ പറയുന്നില്ല. എല്ലാത്തിനും ഇടയിൽ ഉള്ളതുപോലെ ഈഗോ എന്ന വാക്കൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. ഗവേണൻസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്, സമയമെടുക്കും. അതിൽ വന്ന ചില തെറ്റുകൾ ആയിരിക്കാം. അതല്ലാതെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് ശരിയാക്കാൻ ഉള്ളതേ ഉള്ളൂ. അത് അതിന്റെ സമയമാകുമ്പോൾ ശരിയാകും. പിന്നെ ഞാനതിൽ ഇടപെട്ടിട്ടൊന്നും കാര്യമില്ല. ഞാൻ പോകരുതായിരുന്നു എന്ന് എല്ലാവരും പറയുന്നത് കാരണം ഞാൻ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കുറച്ചുകൂടി സൗകര്യമാകുമല്ലോ. കുറച്ചുകൂടി ഫോക്കസ് ചെയ്യാം. ദയവ് ചെയ്ത് അങ്ങോട്ട് പോകരുതെന്ന് എത്രയോ പേർ എന്നോട് പറഞ്ഞിരിക്കുന്നു. കാരണം നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നമ്മൾ അബ്യൂസ് ചെയ്യപ്പെടുന്നത് കാണാൻ ഇഷ്ടമാവില്ല. നമ്മളെ ഇഷ്ടമല്ലാത്തവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അത്. ഞാനിപ്പോൾ എന്റെ തീരുമാനങ്ങളിൽ ജീവിക്കാൻ ശ്രമിക്കുകയാണിപ്പോൾ. പണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ തീരുമാനങ്ങളിൽ ഭയങ്കരമായി സഹായിച്ചിരുന്നു. പിന്നെ നമുക്ക് നമ്മുടേതായ കുറച്ച് സമയമല്ലേ ഉള്ളൂ. അത് എൻജോയ് ചെയ്ത് ജീവിക്കുവാൻ തീരുമാനിച്ചു എന്നാണ് മോഹൻലാൽ പറഞ്ഞത്. സമീപകാലത്തായി സംഘടനയിലുണ്ടായ വിവാദങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളെയും തുടർന്ന് ഭരണസമിതി കൂട്ടത്തോടെ രാജിവെക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ശ്വേതാ മേനോൻ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്ന ശേഷമാണ് സംഘടനയിൽ ചേരിതിരിഞ്ഞുള്ള വഴക്കുകൾക്കും പ്രശ്നങ്ങൾക്കും കൂടുതലായുള്ള പൊതുസമൂഹത്തിന് മുന്നിൽ സംഘടനയുമായിട്ടുള്ള നിലവിനും വിലക്കിനുമെല്ലാം കാരണമായത്. സംഘടനയിലെ സാമ്പത്തിക കാര്യങ്ങളിലെ ക്രമക്കേട് അടക്കം പലതും സംഘടനയിലെ അംഗങ്ങൾ തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രമുഖർ വിവിധ കാലങ്ങളിലായി സംഘടനയെ നയിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും ഇത്രയേറെ പ്രതിസന്ധികളിലൂടെ സംഘടന കടന്നുപോയിട്ടുണ്ടായിരുന്നില്ല. മകൾ വിസ്മയും നടനൊപ്പം അഭിമുഖത്തിൽ പങ്കെടുത്തിരുന്നു. ആദ്യ സിനിമയിലെ
അനുഭവങ്ങൾ താരപുത്രി പങ്കുവെക്കുകയായിരുന്നു. ആദ്യ ഷോട്ടിന് എത്ര ടേക്ക് എടുത്തു എന്ന് അറിയില്ല, കാരണം നെർവസ് ആയിരുന്നു. പിന്നെ ആക്ഷൻ പറഞ്ഞാൽ അതല്ലേ ചെയ്യാൻ പറ്റുകയുള്ളൂ. അമ്മ സെറ്റിൽ കൂടെ ഉണ്ടായിരുന്നു. അച്ഛൻ മറ്റൊരു ഷൂട്ടിലായിരുന്നു. ഷോട്ട് തുടങ്ങും മുൻപ് അച്ഛനെ ഫോണിൽ വിളിച്ച് സംസാരിച്ച് അനുഗ്രഹം വാങ്ങിയിരുന്നു. ചേട്ടനോടും ഇതേക്കുറിച്ചെല്ലാം സംസാരിച്ചിരുന്നു. പക്ഷെ ടിപ്സ് ഒന്നും ആരും തന്നെ എനിക്ക് പറഞ്ഞു തന്നില്ല എന്നുമായിരുന്നു വിസ്മയ പറഞ്ഞത്. അയാൾക്ക് തന്നെ ടിപ്സ് ഒന്നും അറിഞ്ഞുകൂടാ എന്നും അവർ പറയുന്നുണ്ട്. പ്രണവിനെ കുറിച്ച് സംസാരിക്കവെയാണ് മോഹൻലാൽ ഇത് പറഞ്ഞത്. ഞാൻ നെർവസ് ആകുമ്പോൾ എല്ലാം സ്പീഡിലാവുമെന്നും വിസ്മയ പറഞ്ഞിരുന്നു. എല്ലാവർക്കും പറ്റുമോ എന്ന് പെട്ടെന്ന് ഡയലോഗ് പറഞ്ഞ് അങ്ങ് തീർന്നു നോക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ ജോലി കഴിയുന്നത് പോലെ അല്ലല്ലോ ഇത്. അഭിനയിക്കുക എന്ന് പറയുന്നത് 2 ഡയലോഗുകൾക്ക് ഇടയിലുള്ള മൊമെന്റുകളാണ്. ആ പോസുകളാണ് അഭിനയത്തിൽ കിട്ടുന്ന സമയം. അതിനാൽ ഡയലോഗ് ഡെലിവറിയിൽ സ്പീഡിലായാൽ അഭിനയിക്കുന്ന സമയം കിട്ടില്ല. ഡയലോഗ് പറയുന്നത് ഇടയിലുള്ള സ്പേസുകളൊക്കെ കറക്റ്റായി ഉപയോഗിക്കണം. അതുകൊണ്ട് മായ പെട്ടെന്ന് ഡയലോഗുകൾ പറയാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ ചെയ്യരുതെന്ന് പറയാറുണ്ട്. പിന്നെ ഇതൊരു പ്രാക്ടീസ് ആണ് എന്ന് 40 വർഷത്തെ അനുഭവത്തിൽ നിന്നുകൊണ്ട് മോഹൻലാൽ പറയുന്നുണ്ട്.